അപ്പൊ നമ്മൾ ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് ടാറ്റയുടെ മാർക്കപ്പോളോ 40 സീറ്റർ ഫിക്സ്ഡ് ഗ്ലാസ്, ഒരുപാട് മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്ത് സൈഡിലൊക്കെ സ്റ്റിക്കറൊക്കെ അടിച്ച് ഒരു ലക്ഷറി മോഡലായിട്ടുള്ള ഒരു ബസ് ഇറക്കിയിട്ടുണ്ട് കേട്ടാ. ടൂറിസ്റ്റ് ബസ്സാണ്, നമ്മുടെ തൃശ്ശൂർ തന്നെയാണ് ഇത് വന്നേക്കണേ. രേഖ എന്നാണ് കേട്ടോ ഈ ബസ്സിന്റെ പേര്. 40 സീറ്റർ ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൈഡിൽ കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് സംഭവങ്ങളാണ്. പിന്നെ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട്. നമുക്ക് ഈ ബസ്സിന്റെ വിശേഷങ്ങൾ നോക്കിയാലോ. ഗൈസ്, അങ്ങനെ തൃശ്ശൂർ മാർക്കറ്റിൽ ഇഷ്ടം പോലെ ടൂറിസ്റ്റ് ബസ്സുകൾ വന്നിട്ടുള്ള ഒരു കാലാട്ടോ നമ്മുടെ സെപ്റ്റംബർ ഓഗസ്റ്റ് മാസം. ഒരുപാട് ബസ്സുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ തൃശ്ശൂരിലുള്ള രേഖ ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ ഏറ്റവും പുതിയ മാർക്കപ്പോളോ 40 സീറ്റർ കിണ്ണങ്കാച്ച ഐറ്റം വന്നേക്കാട്ടോ. നോക്കിയേ, LPO 11.6 ഇതിന്റെ ഒരു ചേസിന്റെ കോഡും കാര്യങ്ങളൊക്കെ. നമ്മുടെ തൃശ്ശൂരിലല്ല, കേരളത്തിലല്ല ഇങ്ങനത്തെ ഒരു നമ്മുടെ മാർക്കപ്പോളോ ബസ്സിന്റെ സൈഡിൽ സ്റ്റിക്കറും കാര്യങ്ങളൊന്നും അടിച്ചിട്ടില്ല കേട്ടോ. ഒരു കിണ്ണങ്കാച്ച ഐറ്റം തന്നെയാണ്. ഒരു നല്ല നൈസ് വൈബുള്ള സ്റ്റിക്കറൊക്കെ അടിച്ചിട്ടുണ്ട്. അതുപോലെ സ്വീറ്റ് 17 എഴുതിയിട്ടുണ്ട് നമ്മുടെ ബസ്സിന്റെ രണ്ട് സൈഡിലും. അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം കേട്ടാ. ഇതാണ് ബസ്സിന്റെ ഇന്റീരിയർ. ടാറ്റയുടെ ഈ മാർക്കപ്പോളോ ബസ് എടുക്കാൻ മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ എന്താണെന്ന് പറയുക, ഒന്ന് ബോഡി കിട്ടിയിട്ട് വരുന്ന ഒരു ബസ്സാണ്. മൊത്തം പണി വെച്ച് വരുന്ന ഒരു ബസ്സാണ്. നമുക്ക് വേറെ ഒരു പണി എടുക്കേണ്ട ആവശ്യമില്ല. AC കൂടി വരുന്നതാണ്. പിന്നെ കുറച്ച് ലൈറ്റ് വർക്കും സൗണ്ട് വർക്കും സ്റ്റിക്കർ വർക്കും മാത്രമേ കസ്റ്റമർക്ക് ചെയ്യണ്ടോ. മറ്റുള്ള ബസ്സുകളുടെ പോലെ ചേസ് എടുത്ത് 3 മാസം പണിയാനൊന്നും കൊണ്ടിട്ടുണ്ടാട്ടാ. നോക്കിയ സൈഡ് എന്തുട്ടാ ലുക്ക് അല്ലേ. ഈ ഒരു സ്റ്റിക്കറിലാണ് ആ ഒരു ഐശ്വര്യം കിടക്കണ ബസ്സിന്റെ മൊത്തം. നല്ലൊരു ഭംഗിയുള്ള ക്വാളിറ്റി ഉള്ള ഒരു സ്റ്റിക്കറാണ് സൈഡിൽ കയറ്റിയേക്കണേ. ആ ഒരു വൈബ്, നമ്മുടെ കേരളത്തിന്റെ ഒരു തനിമ നിലനിർത്തിയിട്ട് തന്നെയാണ് നമ്മുടെ ടൂർസ് ആൻഡ് ട്രാവൽസ്, രേഖ ടൂർസ് ആൻഡ് ട്രാവൽസ് ഈ ഒരു ബസ് ഇറക്കിയേക്കണേ. ഒരു ഓട്ടം കഴിഞ്ഞുട്ടാ. നമ്മുടെ ചെക്കൻ്റെ ഒരു ഓട്ടം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നേക്കണേ. നമ്മുടെ തൃശ്ശൂരിൽ നിന്നും കണ്ണൂരിലേക്ക് ഒരു ഓട്ടം പോയി. ഇനി നമ്മുടെ ബസ് ഒന്നുകൂടെ അടുത്ത് നോക്കുമ്പോൾ മുകളിലൊക്കെ ആ ഒരു ലൈറ്റുകൾ, പാർക്ക് ലൈറ്റുകൾ കയറ്റിയിട്ടുണ്ട്. ഒരു ഓറഞ്ചും വൈറ്റ് ആൻഡ് ഫിനിഷിലുള്ള ഒരു ലൈറ്റുകളാണ് കയറ്റിയേക്കണേ. പിന്നെ രേഖ എന്നുള്ള ഒരു നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഫോണ്ടിൽ സ്റ്റിക്കറിങ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലും നമ്മുടെ ഇന്ത്യയിലെ കുറച്ച് ടൂർ പ്ലേസുകളൊക്കെ കാണാം. പിന്നെ കൊമ്പ് പോലത്തെ മിററുണ്ട്, അതിലും ലൈറ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയ എടുത്തു പറയേണ്ട കാര്യം, ഈ ബസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫാട്ടോ. അതായത് മോഹനേട്ടനും രേഖ എന്ന് പറഞ്ഞുള്ള ചേച്ചിയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യണേ. ആ ചേച്ചിയുടെ നാളാണ് മകം ഇവിടെ എഴുതിയേക്കണ കാണാം. പിന്നെ നമ്മുടെ ഓപ്പോസിറ്റ് ഒരു ബട്ടർഫ്ലൈ വൈപ്പർ വരുന്നുണ്ട്. മാർക്കപ്പോളോന്റെ ഒരു ലോഗോ കാര്യങ്ങൾ കാണാം. ടാറ്റയുടെ ഒരു ലോഗോ താഴെ വരുന്നുണ്ട്. ഒരു ഗ്രേ ഫിനിഷിലുള്ള ഒരു സെറ്റപ്പിലാണ് വെച്ചേക്കണേ. പിന്നെ ഹെഡ്ലൈറ്റ് ആണ് എനിക്ക് അടുത്ത് ഇഷ്ടമുള്ള ഒരു സെറ്റപ്പ്. അതിന്റെ താഴെ DR വരുന്നുണ്ട്, ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, താഴെ ഫോഗ് ലാമ്പ്. കസ്റ്റമർ ഈ ബസ് എടുത്തതിന് ശേഷം ഫ്രണ്ട് ഒക്കെ ഒന്ന് പൊളിച്ച് ഒന്ന് സെറ്റപ്പ് ആക്കി മാറ്റിയിട്ടുണ്ട്. താഴത്തെ ആ ഒരു ബമ്പർ സെറ്റപ്പ് ഒക്കെ ഒന്നുകൂടി മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇന്റീരിയറിൽ ക്യാബിൻ തിരിച്ചിട്ടുണ്ട്. നമ്പറൊക്കെ നോക്കി നൈസായിട്ടില്ലേ. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ബോണറ്റൊക്കെ വരണം. ഓപ്പൺ ചെയ്യാനൊക്കെ പറ്റും. ബസ് വീഡിയോയിൽ കാണുമ്പോൾ എന്തോരം വലിപ്പമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോന്നറിയില്ല. പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഒരു കാർ ഓടിക്കുന്ന ലാഘവത്തിൽ അത്രയും സ്മൂത്ത് ആയിട്ടുള്ള ഒരു എഞ്ചിനും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആട്ടോ നമ്മുടെ ഈ മാർക്കപ്പോളോ ബസ് എടുത്തതിന്. നോക്കി അവന്റെ ലെങ്ത്തും കാര്യങ്ങളും എന്ത് ഐശ്വര്യമല്ല കാണാനായിട്ട്. ഇനി ഇവന്റെ ഹൃദയഭാഗം നോക്കുകയാണെങ്കിൽ ഒരു 3.3 ലിറ്റർ എഞ്ചിനാണ് ബസ്സിന് കൊടുത്തേക്കണേ. ആ മാത്രമല്ല ഏകദേശം 160 PS പവറും 475 ന്യൂട്ടൺ മീറ്റർ ടോർക്കാണ്. ബാക്കിലത്തെ ആ ഒരു സ്റ്റിക്കറും ഇവിടെ സ്വീറ്റ് 17 എന്താന്ന് പറയാ. എന്റെ മലയാളം അർത്ഥം ആലോചിച്ച് നോക്കിയേ, മധുര 17 എന്നാട്ടാ അതിന്റെ അർത്ഥം. നൈസായിട്ടില്ല, വൈബാട്ടാ ടീംസ്. ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു ഡുവൽ ടയേഴ്സ് ആണ് വരുന്നത്. 17.5 ഇഞ്ചിന്റെ ടയേഴ്സ് ആണ് ബസ്സിന് കൊടുത്തേക്കണേ. മുകളിലൊക്കെ ആ ഒരു ഫിക്സഡ് ഗ്ലാസിന്റെ ഭാഗമായിട്ടുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് കാണാം. നമ്മൾ ഓൾറെഡി ഈ ബസ്സിന്റെ വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ ചാനലിൽ. കൂടാണ്ട് ഡ്രൈവർക്ക് കാണാൻ ഇവിടെ ഒരു എക്സ്ട്രാ മിററും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൊമ്പ് പോലത്തെ മിററൊന്നും ഡ്രൈവർമാർ അധികം യൂസ് ആക്കില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഒരു കാറിന്റെ ഡോർ തുറക്കുന്ന പോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡോറാണ് ഇവിടെ കൊടുത്താണ്. നമ്മുടെ വീഡിയോ ഇറക്കിയതിന് ശേഷമാണ് ഒരുപാട്
KSRTC ബസ്സുകളും എടുത്തിട്ടുണ്ട്. ഇപ്പൊ മാർക്കപ്പോളോ എവിടെ നോക്കിയാലും ഒരുപാട് ആൾക്കാർ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് അവന്റെ ആ ഒരു ഐശ്വര്യം, ആ ഒരു പദവിയും പ്രൗഢി എന്താന്ന്. താഴ്ഭാഗത്തായിട്ടാണ് നമ്മുടെ എയർ ഫിൽറ്ററും സംവിധാനങ്ങളൊക്കെ കൊടുത്തേക്കണേ. ഇവിടൊക്കെ ഇങ്ങനെ ചവിട്ടി കയറാട്ടാ. പിന്നെ 17.5 ഇഞ്ചിന്റെ വീൽസ്, അതായത് 235/75R 17.5 ഇഞ്ചിന്റെ വീൽസ് ആണ് കൊടുത്താണ്. ഫ്രണ്ട് സസ്പെൻഷൻ പാരബോളിക് ആട്ടാ കൊടുത്താണ്. റിയറും ഇനിയും ഒരുപാട് വർക്കുകൾ ബസ്സിന് പെൻഡിങ് ആയിട്ടുണ്ട്. ആ ഒരു സ്വീറ്റ് 17 എഴുതിയുള്ള ഒരു ഫോണ്ടും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ല. നിങ്ങൾക്ക് എത്ര പേർക്ക് ആദ്യമേ ഞാൻ ഈ ഒരു സ്വീറ്റ് 17 എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി ഇതിന്റെ മലയാളാർത്ഥം? ഇവിടെ ഒരു എയർ വെന്റ് ഉണ്ട്, അവിടെ ഒരു എയർ വെന്റ് ഉണ്ട്. ഇൻ കേസ് AC വർക്ക് ചെയ്തില്ലെങ്കിൽ അത് തുറന്നിട്ടിട്ട് പോകാനൊക്കെ പറ്റൂട്ടാ. ഇവിടെയാണ് നമ്മുടെ ഡീസൽ ടാങ്ക് വരുന്നത്. 160 ലിറ്ററിന്റെ ഡീസൽ ടാങ്ക്, 25 ലിറ്ററിന്റെ ഡെഫ് ടാങ്ക് ആണ് വാഹനത്തിൽ ക്രമീകരിച്ചാണ്. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ പിന്നും എന്നെ ഒരു കൗതുകം കൂട്ടിക്കൊണ്ടിരിക്കട്ടെ. ഈ ഒരു സ്റ്റിക്കർ നമ്മുടെ KSRTCയുടെ വോൾവോയില് ഒരു ബേബി കിടന്നുറങ്ങുന്ന ഒരു സ്റ്റിക്കറായിട്ട് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ആ ഒരു സെറ്റപ്പും ഈ ഒരു സ്റ്റിക്കറും തമ്മിൽ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, ഇങ്ങനെ അടിച്ചേക്കണ കാണാനായിട്ട്. അത് മാത്രമല്ല നമ്മുടെ ഇപ്പൊ ഇറങ്ങിയിട്ടുള്ള KSRTCയുടെ ബാക്കിലും ആ ഒരു കഥകളിയുടെ ആ രൂപം കാര്യങ്ങളൊക്കെ ഇറക്കി സൈഡില് വള്ളംകളിയൊക്കെ സെറ്റ് ചെയ്ത് നല്ല വൈബായിട്ട് തന്നെയാണ് KSRTC ഇറക്കിയേക്കണേ. അപ്പൊ ആ ഒരു കേരള തനിമയില് നമ്മുടെ ബസ്സും റൂട്ടിലൂടെ പോകുമ്പോൾ ജാതി വൈബ് തന്നെയായിട്ട് കാണാനായിട്ട് നല്ല രസമില്ല. ഇനി ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു എമർജൻസി എക്സിറ്റ് വരുന്നുണ്ട്. പിന്നെ വാഹനത്തിന്റെ മാക്സിമം GVW 10,800 കിലോഗ്രാം ആണ് GVW വരുന്നത്. ബാക്ക് സൈഡൊക്കെ പൊട്ടിച്ച് ഫുള്ള് മാറ്റം വരുത്തിയിട്ടാണ് ബാക്ക് സൈഡ് സെറ്റ് ചെയ്താണ്. മുകളിൽ ഒരു സ്പോയിലർ കാണാം. ഇവിടെയും സ്വീറ്റ് 17 ഇതിന്റെ ഒരു ഗ്ലാസ് സെറ്റപ്പ്, ബ്രേക്ക് ലൈറ്റ്, ആ ഒരു ടൈൽ ലാമ്പ് യൂണിറ്റ് ഒക്കെ പുതിയതാണ്. ബാക്കിൽ ഡിക്കി സ്പേസ് കൊടുത്തിട്ടുണ്ട്. ടാറ്റയുടെ ഒരു ലോഗോ കാണാം. മുകളിൽ കാരിയർ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഗ്രേഗ എന്നുള്ള ടീംസ് ഓൾ ഇന്ത്യ പൂട്ടാൻ്റെ നല്ലൊരു പാക്കേജിൽ നല്ല വില കുറഞ്ഞിട്ട് അത്യാവശ്യം നല്ല കംഫർട്ടോട് കൂടിയിട്ട് അവരുടെ യൂട്യൂബ് ചാനലും ബാക്ക് സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഹസ്ബൻഡിനും വൈഫിനും യൂട്യൂബ് ചാനലുണ്ട്. ഏറ്റവും പുതിയ ഒരു നല്ല ക്വാളിറ്റി ഉള്ള ടൈലാം യൂണിറ്റുകൾ എങ്ങനെയുണ്ട്, ഇവിടെയൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഗ്രാഫിക്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് മാത്രമല്ല ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ രേഖ ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ യൂട്യൂബ് ചാനൽ, രേഖ കിച്ചൺ വേൾഡ്, അതുപോലെ അവർ ജേണി വ്ളോഗ് എന്നുള്ള 2 യൂട്യൂബ് ചാനൽ. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യട്ടാ. അവരുടെ ചാനലിൽ ഡെയിലി വ്ളോഗും കാര്യങ്ങളും അവരുടെ യാത്രാ വിവരണങ്ങളൊക്കെ ഉണ്ടാവും. ഇനി നമ്മുടെ കാണുന്ന മാർക്കപ്പോളോയിൽ ഏകദേശം 40 സീറ്റ്, 44 സീറ്റ്, 50 സീറ്റ്, 55 സീറ്റ് വരെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. മെയിൻ ആയിട്ടും ഈ ബസ് യൂസ് ചെയ്യുന്നത് സ്റ്റാഫ് ട്രാൻസ്പോർട്ട്, സ്കൂൾ ബസ്, അതുപോലെ തന്നെ നമ്മുടെ പാസഞ്ചർ ടൂർ ട്രിപ്പുകളൊക്കെ എടുക്കാൻ പറ്റും. ആ ഒരു ലെങ്ത് നോക്കിയേ, നമുക്കത് ഓടിക്കുമ്പോഴായിട്ട് ആ ഒരു പവറും സുഖം മനസ്സിലാവുള്ളൂ. അത് മാത്രല്ല ഈ ഒരു ബസ്സിന്റെ അകത്ത് ഇരിക്കുന്ന ആൾക്കാർക്കും കംഫർട്ടബിൾ ആയിട്ട് പോകാണ്ട് അവിടെ ഒരു വീൽ കപ്പും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. ആ ഒരു സെയിം ഡുവൽ ടയേഴ്സ് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. ഏകദേശം 5400 mm ആണ് വീൽ ബേസ് സെറ്റ് ചെയ്താണ് കേട്ടാ. ഇനി ഞാൻ അകത്ത് കയറിയിട്ട് അകത്തത്തെ ഒരു സെറ്റപ്പുകൾ കാണിച്ചു തരാം. ടയറിന്റെ ഫ്രണ്ട് സൈഡിലായിട്ടാണ് ഇവിടെ ഒരു ഡോറ് വരുന്നത്. ഒരു 2 സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ അകത്തേക്ക് കയറാം. ഇവിടെ ക്യാബിൻ തിരിച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ലക്ഷറി ക്യാബിനാണ് സെറ്റ് ചെയ്തതാണ്. പിന്നെ മറ്റുള്ള ബസ്സുകളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് ഈ ബസ് മൊത്തം ഹാൻഡിൽ ചെയ്യണം. അതിലത്തെ ആ ഒരു ലേഡിയാണ് നമ്മുടെ, അതായത് ആന്റിയാണ് ഈ ഒരു ബസ്സിലെ ക്ലീനർ ആയിട്ട് വർക്ക് ചെയ്യണ കേട്ടാ. ഇവിടെ മ്യൂസിക് സിസ്റ്റത്തിന്റെ സെറ്റപ്പ് ഒക്കെ കാണാം. ഫയറിന്റെ ഒരു അലാറം ഇരിക്കുന്നുണ്ട്. മുകളിലൊക്കെ ക്ലോത്ത് വെച്ച് നല്ലൊരു വൈബ് കളറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയല്ല സ്റ്റോക്ക് കണ്ടീഷനിൽ വരണം. ഇവിടെ നമ്മുടെ ദൈവത്തിന് ലൈറ്റ് ഒക്കെ ഇട്ട് വെച്ച് നല്ല വൈബാക്കിയിട്ടുണ്ട്. ഇവിടെ സ്റ്റിക്കറൊക്കെ മാറി ലൈറ്റ് ബോർഡ് കയറൂട്ടനി. ഞാൻ താഴെ നമ്പർ കൊടുക്കട്ടെ, അവരെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പാക്കേജും കാര്യങ്ങളും കിട്ടും. ഡ്രൈവർക്ക് തന്നെ എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ആ ഒരു സീറ്റും കാര്യങ്ങളും ക്രമീകരിച്ചാണ്. ഇവിടെ ക്ലീനർക്ക് ഇരിക്കാനുള്ള സ്പേസ് ആണ്. ബെഡും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡോർ അടച്ചിട്ട് കഴിഞ്ഞാൽ യാതൊരു ബന്ധം ഉണ്ടാവില്ല കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും. ഡ്രൈവർ ക്യാബിനും AC ആണ് കേട്ടോ. പിന്നെ സ്റ്റോക്ക് കണ്ടീഷനിൽ വരുന്ന AC ആണ്. 2x2 ലേഔട്ടിലാണ് സീറ്റുകളും കാര്യങ്ങളും സെറ്റ് ചെയ്തേക്കണേ. ഇനി അതിനെ പുറമെ സീറ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ സീറ്റ് ബെൽറ്റ് വരുന്നുണ്ട്, പുഷ് ബാക്ക് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല കുഷൻ എഫക്റ്റ് ഉള്ള സീറ്റാണ്. ഇൻബിൽഡ് ഫ്രിഡ്ജ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അതായത് കസ്റ്റമർ കയറ്റിയിട്ടുള്ളതാണ്. ഇതിൽ നമുക്ക് ഹോട്ട് വാട്ടർ, കൂൾ വാട്ടർ, നോർമൽ വാട്ടർ കിട്ടും. ഇവിടെയുള്ള ഒരു സീറ്റ് എടുത്ത് കളഞ്ഞിട്ടാണ് സെറ്റ് ചെയ്തത്. പിന്നെ അത്യാവശ്യം നല്ല ഒരു ലെഗ് റൂം ഒക്കെ ഉണ്ട്. നമുക്ക് കുറെ ദൂരം ഇരുന്നാലൊന്നും ക്ഷീണം കാര്യങ്ങളൊന്നും വരില്ല. അത്യാവശ്യം പുഷ് ബാക്ക് ഇട്ട് കഴിഞ്ഞാൽ ലോങ് ഡ്രൈവ് പോകുമ്പോൾ കംഫർട്ടബിൾ ആയിട്ട് പോകും. സീറ്റ് ബെൽറ്റ് എല്ലാ സീറ്റിനും സീറ്റ് ബെൽറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അതാണ് ഏറ്റവും വലിയൊരു ക്വാളിറ്റി. ഇവിടെ സെന്റർ ഭാഗത്ത് ചാർജിങ് ഫെസിലിറ്റി ഉണ്ട്. പിന്നെ ആംറെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുകളിൽ ബർത്തില് സ്പീക്കർ സിസ്റ്റം, ഗംഭീര മ്യൂസിക് സിസ്റ്റം ആട്ടാ സെറ്റ് ചെയ്തേക്കണത്. ABLന്റെ ആ ഒരു സബ്ബൊക്കെ ബാക്കിൽ കാണാം. മുകളിലൊക്കെ സ്റ്റീൽ വർക്ക് ഉണ്ട്. AC-യുടെ ഫിൽറ്റർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ അകത്ത് ഒരുപാട് ലൈറ്റുകളും ഇനി ഒരുപാട് ഐറ്റംസ് ഇനി പുതിയത് കയറാൻ പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ വർക്കൊക്കെ പെൻഡിങ് ആയിട്ടാണ് നിൽക്കണേ. അതൊക്കെ ഉടനെ തന്നെ ഉണ്ടാവും. ഇത് JBLന്റെ കിണ്ണങ്കാച്ചൊരു സബ്. ബാക്ക് സൈഡിലൊക്കെ ഈ ഒരു ഗ്ലാസിന്റെ അവിടെ നല്ല വൈബുള്ള ഒരു ബ്ലൂ കളർ ലൈറ്റ് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിൽ ഇരിക്കുന്നവർക്കും അത്യാവശ്യം നല്ലൊരു ലെഗ് റൂമും ഈ ഒരു ബസ്സിനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ. ഈ ഭാഗത്തായിട്ടാണ് അവരുടെ ചാർജിങ് സംവിധാനം കൊടുത്താണ്. ഇനി ലോ ഫ്ലോർ ബസ് പോലെ തോന്നുമെങ്കിൽ 150 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ബസ്സിന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റിക്കർ ഉണ്ടെങ്കിൽ നമ്മുടെ വ്യൂ ഒന്നും നഷ്ടപ്പെടുന്നില്ല കേട്ടോ. പുറത്തേക്ക് 2 സൈഡിലും അത്യാവശ്യം നല്ല വ്യൂ കിട്ടുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന കസ്റ്റമർക്ക് കിട്ടും.
കണ്ട ഈ ഭാഗത്തൊന്നും വ്യൂ ഒന്നും നഷ്ടപ്പെടുന്നില്ല കേട്ടോ. കുറച്ച് പുഷ് ബാക്ക് ചെയ്തിട്ടാൽ മതി. ഫ്രണ്ട് ഓവർ ഹാങ് നോക്കുകയാണെങ്കിൽ 1800 mm, അതുപോലെ റിയർ ഓവർ ഹാങ് നോക്കുകയാണെങ്കിൽ 3240 mm ആട്ടോ പറഞ്ഞേ. ഇവിടെ ഈ ഗ്ലാസ് തുറന്നിടാം, ക്ലോസ് ചെയ്യാം. ഇങ്ങനെ 4 ഗ്ലാസ് വെന്റുകൾ കൊടുത്തിട്ടുണ്ട് ഇൻ കേസ് AC വർക്ക് ചെയ്തില്ലെങ്കിൽ. എ സിയുടെ വെന്റുകളൊക്കെ സ്റ്റോക്ക് കണ്ടീഷൻ ആണ്. പക്ഷെ ഈ ഒരു ഭാഗത്തുള്ള ബെർത്തിന്റെ താഴ്വശത്തൊക്കെ ക്ലോത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. GPS കാണാം അവിടെ. ഇൻ കേസ് ബസ്സിന് എന്തെങ്കിലും അപകടം കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കാൻ ആ സ്വിച്ച് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബസ്സിന്റെ മെയിൻ ആയിട്ടുള്ള ഓണർമാർക്ക് കോൺടാക്റ്റിൽ മെസ്സേജ് പോവും, ലൊക്കേഷനും പോവും. അവിടെ വാട്ടർ ബോട്ടിൽ ഹോൾഡർ ഉണ്ട്, നമ്മുടെ മാഗസിൻ ഹോൾഡർ, കാല് വെക്കാനുള്ള സ്പേസ്. അത്യാവശ്യം നമ്മുടെ ഡാൻസ് ഒക്കെ കളിച്ച് വൈബായിട്ട് ചില്ലായിട്ട് പോകാൻ പറ്റുന്ന ഒരു സെൻട്രൽ സ്പേസും ബസ്സിന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വലിയ TV ഉണ്ട്, സിനിമയൊക്കെ കാണാനായിട്ടുള്ള എന്റർടൈൻമെന്റിന്റെ ഭാഗത്തും നല്ല രീതിക്ക് തന്നെയാണ് സെറ്റ് ചെയ്തത്. പിന്നെ ഇവിടെ ആന്റിക്ക് ഇരിക്കാനുള്ള സ്പേസ് ആണ്, അതായത് നമ്മുടെ ചേട്ടന്റെ വൈഫിന് ഇരിക്കാനുള്ള സ്പേസ് ആണ്. ഇവർ രണ്ടുപേരാണ് മെയിൻ ആയിട്ട് കൊണ്ടുപോകണം ഈ ബസ്. ബാക്ക് സൈഡിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡിക്കി സ്പേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അകത്ത് കയറിയിട്ട് ഒന്ന് ഡ്രൈവർ ഭാഗത്തുള്ള ഒരു വിശേഷങ്ങൾ നോക്കിയാലോ. കണ്ട സിമ്പിൾ ആയിട്ട് നമുക്ക് കയറിയിരിക്കാനൊക്കെ പറ്റും. വല്ലാണ്ട് ഉയരത്തിലല്ല നിൽക്കണേ, എയർ സീറ്റുകളാണ്. അത്യാവശ്യം നല്ല നട്ടലിനൊന്നും ക്ഷീണം ഉണ്ടാവില്ല ലോങ് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ നമ്മുടെ ടാറ്റയുടെ ടോറസ് പ്രൈമേലൊക്കെ വരുന്ന അതേ സ്റ്റിയറിങ്ങും അതേ ക്ലസ്റ്ററുകൾ തന്നെയാണ് യൂസ് ചെയ്തേക്കണേ. സ്റ്റിയറിംഗ് ഒക്കെ കണ്ട പഴം പോലെ നമുക്ക് തിരിക്കാനൊക്കെ പറ്റൂട്ടാ. നമ്മുടെ എഞ്ചിൻ ഓൺ ആയിട്ടാണ് ഇരിക്കണേ. ആ ഒരു ക്ലസ്റ്ററിൽ ലെഫ്റ്റ് സൈഡിൽ RPM മീറ്ററും റൈറ്റ് സൈഡിൽ നമ്മുടെ സ്പീഡോമീറ്റർ കാണാം. പിന്നെ ഫ്യൂലിന്റെ ഇൻഡിക്കേഷൻസ്, ഹീറ്റ്, അതുപോലെ ഡെഫ് എന്തോരുണ്ട്. ഈ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ആ ഒരു ബാറ്ററി കട്ട് ഓഫ് സ്വിച്ച്, ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ റീജനറേഷന്റെ സ്വിച്ചുകൾ, അതുപോലെ ഡ്രൈവ് മോഡുകളുണ്ട്. ഇത് ഇൻബിൽഡ് വരുന്ന AC ആട്ടാ, ഓൺ ആയിട്ടാണ് AC കിടക്കണേ. പിന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വൈപ്പർ അഡ്ജസ്റ്റ്മെന്റിന്റെ സ്വിച്ച്, റൈറ്റ് സൈഡിൽ ഇതേ ഹെഡ്ലൈറ്റ് ഓൺ ആക്കാനുള്ള സ്വിച്ച്. പിന്നെ നമ്മുടെ 6 സ്പീഡ് ട്രാൻസ്മിഷൻ, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഗിയർ ബോക്സും കാണാം. G550 6 സ്പീഡ് കേബിൾ ഷിഫ്റ്റ് ആട്ടാ ഗിയർ വരണേ. ഇനി നമുക്ക് ഓണർമാരെ കണ്ടാലോ. അപ്പൊ ഗൈസ്, ഈ വണ്ടി ഓടിക്കുന്നത് ഒരു അങ്കിൾ ആന്റി ആട്ടാ. അവര് തന്നെയാണ് നമ്മുടെ പാക്കേജിന്റെ കൂടെ ഫുൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യണേ. അതൊരു വലിയ കാര്യം തന്നെയാണ്. മറ്റുള്ള ബസ്സുകളിൽ കിളിയും ഡ്രൈവർ വേറെ ആൾക്കാരായിരിക്കും. പക്ഷെ സ്വന്തം ബസ് സ്വന്തം ആൾക്കാർ തന്നെ ഓടിച്ച് നമ്മുടെ അത്രയും നല്ല ട്രീറ്റ് ആണ് അവർ കൊടുക്കണേ. നമുക്ക് അവരെ പരിചയപ്പെട്ടല്ലോ. ഇതാണ് നമ്മളെ അങ്കിൾ ആന്റി. സാറെ പേര്? മോഹൻ സാറ്. അങ്കിൾ ആന്റി? രേഖ ആന്റി. രേഖ ആന്റിയുടെ പേര് തന്നെയാടാ ബസ്സിന് ഇട്ടാണ്, മകം. ഓക്കെ, ആളുടെ നാളും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് പ്രത്യേകതകളുണ്ട് ബസ്സിന്. അപ്പൊ അങ്ങള് എന്തൊക്കെയാണ് ഈ ബസ്സിന്റെ വിശേഷങ്ങൾ പറഞ്ഞേ? ഈ ബസ്സിന്റെ വിശേഷം എനിക്ക് ഭയങ്കര ഡ്രീമായിരുന്നു. സത്യം പറഞ്ഞ ഡ്രൈവറായിരുന്നു, നാട്ടിലെ ബസ്സൊക്കെ ഓടിച്ചിട്ടുള്ള ഡ്രൈവറായിരുന്നു ഒരുപാട് വർഷം. അങ്ങനെ ദുബായി പോയി, അവിടെയും ഡ്രൈവറായിരുന്നു. അപ്പൊ ഇവിടെ വരുമ്പോ ഈ ബസ്സിന്റെ വലിയ ഡ്രീമായിരുന്നു, ടൂറിസ്റ്റ് ബസ്. അത് ടാറ്റപ്പത്തൊരു വണ്ടി. അപ്പൊ എന്റെ ബഡ്ജറ്റ് ഒരു വണ്ടി എനിക്ക് കിട്ടി. അപ്പൊ അങ്ങളെ ഈ വണ്ടിയുടെ ഏകദേശം ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ എത്രയും? ഈ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 38 സംതിങ് ഏകദേശം. പിന്നെ നമുക്ക് ആ കണ്ടീഷൻ നമുക്ക് ഓടാം. ആ വണ്ടി എടുക്കുന്ന വെച്ചാൽ സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. കാരണം ഇതില് ആഡ് ചെയ്തിട്ട് പുഷ്പക് സീറ്റ്, AC, അത് മറ്റുള്ള സിസ്റ്റം മറ്റുള്ള സ്റ്റോക്ക് കണ്ടീഷൻ. പിന്നെ നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് ഓരോന്ന് ചെയ്തോണ്ടിരിക്കാം. ഞാൻ മ്യൂസിക് സിസ്റ്റം ചെയ്തു, കുറച്ച് ലൈറ്റുകൾ ചെയ്തു. ടൂറിസ്റ്റ് വണ്ടിക്ക് എന്ത് ചെയ്താലും അവസാനമില്ല, ചെയ്തോണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ട് എന്റെ ബഡ്ജറ്റ് നോർമൽ രീതിയിൽ ഇപ്പൊ ഞാനൊരു 10ന്റെ താഴേക്ക് ചെയ്തിട്ട് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഇത് ക്യാബിൻ തിരിച്ചിട്ട് ഒക്കെ സാറന്നെ? ഇല്ല. കാരണം ഇത് ഞാൻ ഡ്രൈവർ ക്യാബ് സെപ്പറേറ്റ് ആക്കി ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ മെയിൻ കാരണം വെച്ചാൽ എന്റെ കൂടെ എന്റെ വൈഫ് ആൾക്ക് ഫ്രണ്ടില് രസമുണ്ട്. ഇനി നമ്മുടെ ആന്റിയോട് ചോദിക്കാം, ആന്റി എന്തൊക്കെയാണ് ഈ ബസ്സിനെ കുറിച്ചുള്ള ഒരു ആഗ്രഹങ്ങളും ഡ്രീമുകളും എന്താണ് പറയാനുള്ളത്? നമുക്ക് നല്ല രീതിയിൽ ഓടണം. പിന്നെ ഞാൻ പറഞ്ഞേ ദുബായില് മോനട്ടൻ ഉണ്ടപ്പോ നമുക്ക് ആളെ കൂടെ വണ്ടിയിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അവരെ കമ്പനി അതല്ല അവിടെ ഇല്ല. ഇതിപ്പോ സ്വന്തമായിട്ട് എടുത്തു. അപ്പൊ നമ്മുടെ തന്നെ എല്ലാം നമ്മൾ തന്നെ. അപ്പൊ അത് കാരണം മോനന്റെ കൂടെ എനിക്ക് പോവാൻ പറ്റി. ഉണ്ട്. ഞാൻ ചാനൽ ബാക്കിൽ കാണിച്ചിട്ടുണ്ട്, അത് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ എല്ലാരും. അപ്പൊ ഇനി വരുന്ന എല്ലാ വീഡിയോസും അതിൽ കാണാം, നിങ്ങളുടെ പുതിയ അപ്ഡേഷനുകളും കാര്യങ്ങളും. യാത്രക്കാർക്ക് വേണ്ടിട്ട് ഇപ്പൊ മെയിൻ ആയിട്ട് എല്ലാവരും നോക്കുന്നത് വെള്ളത്തിന്റെയാണ്. വെള്ളം ഒരു പ്രശ്നം തന്നെയാണ്. ഊട്ടിക്ക് തമിഴ്നാട്ടിൽ പോകുമ്പോ ബോട്ടിലെത്തി കഴിഞ്ഞാൽ വെള്ളം ചെറിയ ബോട്ടിലവിടെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. 20 ലിറ്ററിന്റെ വെള്ളമാണ് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമ്മള് യാത്രക്കാർക്ക് കൂടെയുള്ള സൗകര്യത്തിന് നമ്മുടെ നാടൻ വെള്ളം, നാട്ടിലത്തെ വെള്ളം, എക്സ്ട്രാ വെള്ളം ഉണ്ട് ഫ്രിഡ്ജിന്. ഇനി ഭാവി കാര്യങ്ങളെ കുറിച്ച്, ബസ്സായിട്ടുള്ള ഭാവി കാര്യങ്ങള്. എനിക്ക് എന്റെ പാഷനാണ് ഡ്രൈവിംഗ്. അത് എനിക്ക് വീട്ടിൽ പറഞ്ഞോളൂ. ഞാൻ 61 വയസ്സായി. എനിക്ക് ഇരിക്കാൻ ഇഷ്ടമല്ല. അപ്പൊ എനിക്ക് എന്റെ പാഷൻ ഡ്രൈവിംഗ്, യാത്രയും ഡ്രൈവിംഗും. ഈ വ്ളോഗും കൂടി ആകുമ്പോൾ ഞങ്ങൾക്ക് രണ്ടും നടക്കും. അതെ. എനിക്ക് വീട്ടിൽ ചെലവ് കുറയും. ഇല്ല. യാത്രകൾ പല സ്ഥലങ്ങള്. അതെ, അപ്പൊ അതാണ്. അത് ഇനിയുള്ള യാത്രക്ക് അങ്ങനെ തന്നെയാണ്. ഓക്കെ.
അപ്പൊ കണ്ടതിൽ സന്തോഷം. അപ്പൊ ഞാൻ ഇവരുടെ നമ്പറും കാര്യങ്ങളും നമ്മുടെ ചാനലിൽ കൊടുക്കാം. ആർക്ക് എവിടേക്ക് വേണമെങ്കിലും യാത്ര വിളിക്കണം, ഓൾ ഇന്ത്യക്ക് എവിടേക്ക് വേണമെങ്കിലും ചാർജുകൾ അത് പിന്നെ സ്വാഭാവികമായിട്ട് വരുമല്ലോ. അപ്പൊ അതിനനുസരിച്ച് അങ്കിൾ ആന്റിയും ചാർജുകൾ സെറ്റ് ചെയ്ത് മാക്സിമം ലോ റേറ്റിന്. ആ അതെ 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 അല്ലേ അല്ലേ ആ ആ ആ ഓ ഓ മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ഇതൊക്കെ തരണം തിരിച്ച് സെറ്റാക്കി എല്ലാവരും ഹാപ്പി ആക്കിയിട്ടായിരിക്കും തിരിച്ചെത്താം. ഞങ്ങളുടെ സന്തോഷം. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ വീഡിയോ എങ്ങനെയുണ്ട്? അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ അയച്ചു കൊടുക്കട്ടോ. അങ്ങനെയുണ്ട് പുതിയ ബസ് പൊളിച്ചിട്ടില്ലേ?